പരിണിതഫലമായിട്ട് ആ രൂപത്തിലുണ്ടായിരുന്ന രക്തത്തിൻ്റെ ആ ഭാഗങ്ങളൊക്കെ കുറച്ച് പൊഴിഞ്ഞു പോയിട്ടുണ്ട്. പരിശോധനയ്ക്കൊക്കെ ആയിട്ട് ഇടവകയിൽ നിന്നും രൂപതയിൽ നിന്നുമൊക്കെ അതിൽ നിന്നും ബ്ലഡ് എടുത്തുകൊണ്ട് പോയി. അതിനുശേഷം ആ രൂപത്തിൽ നിന്ന് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ എണ്ണ വരാൻ തുടങ്ങി. വലിയ സുഗന്ധവും ആ പ്രദേശം മുഴുവൻ തന്നെ നിറയത്തക്ക വിധം എപ്പോഴും സുഗന്ധമുള്ളതായിട്ട് തീർന്നു. പിന്നീട് ആ രൂപത്തിൽ നിന്ന് തേൻ വരാൻ തുടങ്ങി. ഇത് എടുക്കാൻ പോകുമ്പോഴൊക്കെ പലപ്പോഴും അച്ഛൻ്റെ കൂട്ടത്തിൽ ഞാനവിടെ പോവുകയും ഇത് കൈകൊണ്ട് എടുക്കാനും ഇതിൻ്റെ ഒരു വലിയ ആഴമായ അനുഭവത്തിലേക്ക്, എൻ്റെ ഹൃദയത്തെ ഒത്തിരിയേറെ സ്പർശിക്കുന്ന അനുഭവങ്ങളിലേക്ക് ഇതെന്നെ നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിത്രം കാണുകയും ചിത്രത്തെ വണങ്ങുകയും അവിടെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. എനിക്ക് തികച്ചും ആനന്ദകരമായ ഒരു അനുഭവമാണ് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത്. മാതാവിൻ്റെ പടത്തിൽ നിന്നും മാർച്ച് മാസം 2006 മാർച്ച് മാസം 17-ാം തീയതി മുതൽ 21-ാം തീയതി വരെയാണ് രക്തം വന്നത്. രക്തം വരുന്നതും സുഗന്ധ തൈലം ഒഴുകുന്നതും തേനും എണ്ണയും ഒഴുകുന്നതും പല സമയത്ത് കാണുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ചിത്രത്തിലുള്ള 3 പുഷ്പങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച് എരുമേലി അസംഷൻ ഫൊറോന പള്ളി വികാരി ഫാദർ മാത്യു വൈലങ്കൽ. റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ചിത്രത്തിൽ കാണുന്ന 3 റോസാ പുഷ്പങ്ങൾ 3 വലിയ രഹസ്യങ്ങൾ നമ്മെ അനുസ്മരിപ്പിച്ചു. വെള്ള നിറത്തിലുള്ള റോസാ പുഷ്പം അമ്മ സ്വർഗീയ പിതാവിൻ്റെ ഏറ്റവും കറയില്ലാത്ത പുത്രിയെന്നും, ചുവന്ന റോസാ പുഷ്പം ദൈവപുത്രൻ്റെ അമ്മയെന്നും, സ്വർണ്ണ നിറത്തിലുള്ള റോസാ പുഷ്പം അമ്മ പരിശുദ്ധാത്മാവിൻ്റെ പ്രിയ മണവാട്ടിയെന്നും സൂചിപ്പിക്കുന്നു. ചെയ്തു കൂട്ടുന്ന പാപങ്ങളെക്കുറിച്ച് മനുഷ്യവംശത്തെ ഓർമ്മിപ്പിക്കാൻ ദൈവം ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. റോസാ മിസ്റ്റിക് മാതാവിൻ്റെ ചിത്രം ഇവിടെ സ്ഥാപിച്ചതിന് ശേഷം വലിയ ഭക്തരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അതിനാൽ ഇവിടുത്തെ ഇടവ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും 5 മണി മുതൽ 6 മണി വരെ 1 മണിക്കൂർ സമയത്ത് ദിവ്യകാരുണ്യ ആരാധനയും ജപമാലയും മുടക്കം കൂടാതെ നടത്തി വരികയും ചെയ്യുന്നുണ്ട്. പാപത്തിൽ മുഴുകിപ്പോകുന്നത് കണ്ട് മാതാവ് തീവ്രവേദനയോടെ മനുഷ്യകുലത്തിനു വേണ്ടി ദൈവപിതാവിൻ്റെ പക്കൽ മധ്യസ്ഥം വഹിക്കുന്നു. പാപത്തെപ്പറ്റി മനസ്തപിച്ച് സുഹൃതമാർഗത്തിൽ ചരിക്കുവാൻ കന്യകാമാതാവ് നമ്മോട് ആവശ്യപ്പെടുന്നു. പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി രക്തക്കണ്ണുനീർ ഒഴുക്കുന്ന മാതാവിൻ്റെ മധ്യസ്ഥത നമുക്കും തേടാം. കനിയണമേ മിശിഹായെ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണേ. സ്വർഗപിതാവാം ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രക്ഷകനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാ
ലോകത്തിനു മാതാവേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ലോകമൊക്കെ ലോകരാലെ കീർത്തനീയ കന്യകേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. വല്ലഭൻ തൻ പുത്രനാലെ വല്ലഭയാം കന്യകേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. കണ്ണിനെല്ലാം പുണ്യപൂർത്തിയായിടും കണ്ണാടിയേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. അമ്മയെ പോൽ സൗമ്യത കാരുണ്യമേറും കന്യകേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. മാനവർക്കു മോദമേകും മാനിനി മാണിക്യമേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഭക്തി ബഹുമാനമൂർത്തിക്കുത്തമയാം പാത്രമേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ദൈവിക സൗരഭ്യസാര പൂർണ്ണറോസാ പുഷ്പമേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പ്രഭവ പ്രൗഢി പെരുത്ത ദാവീദിൻ പ്രസൂനമേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പൊന്നുകൊണ്ടു മിന്നിടുന്ന വന്ദനീയ ഗേഹമേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗീയ മന്നവഹിക്കും വാഗ്ദാന പേ